വളരെ തണുപ്പും മഴയുമുള്ള ഒരു സന്ധ്യാസമയത്ത് ഒരു ചെറിയ സഭയിൽ അവർ ഒരു സുവിശേഷ യോഗം സംഘടിപ്പിച്ചു. മഴയും തണുപ്പും നിമിത്തം ആ യോഗത്തിന് ആകെ ഒരു മനുഷ്യനെ വന്നുള്ളൂ, ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ. എന്നാൽ പാസ്റ്റർ യോഗം ക്യാൻസൽ ചെയ്തില്ല, അദ്ദേഹം പ്രസംഗിച്ചു. ആ ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് ഹഡൻ സ്പർജൻ എന്നാണ്. പ്രസംഗികളുടെ പ്രഭു എന്ന് അറിയപ്പെടുന്ന ചാൾസ് ഹഡൻ സ്പർജൻ. അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് താൻ മാത്രം സംബന്ധിച്ച ഒരു യോഗത്തിൽ പാസ്റ്റർ തന്നോട് സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടാണ്. സുവിശേഷം പ്രസംഗിക്കുന്നത് വിജയകരമാണോ എന്ന ഒരു ചോദ്യമുണ്ട്, അല്ലേ? സുവിശേഷത്തിനെതിരെ ആളുകൾ എഴുന്നേൽക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ ഉപദ്രവിക്കുന്നു, അവരുടെ ചെവികൾ മനുഷ്യർ അടച്ചു കളയുന്നു. ഈ അവസരത്തിൽ സുവിശേഷം ഇനിയും പ്രസംഗിക്കുന്നത് ആവശ്യമാണോ? ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അപ്പോസ്തലപ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിന് 42 മുതൽ ഉള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണം, ഏത് സന്ദർഭത്തിലും സുവിശേഷം പറയണം എന്ന ദൈവത്തിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ കൽപ്പന, അത് പ്രായോഗികമാക്കിയ 2 സുവിശേഷകന്മാരെ അല്ലെങ്കിൽ മിഷണറിമാരെയാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം അപ്പോസ്തലപ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിന് 42 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിന് 42 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവർ പള്ളി വിട്ട് പോകുമ്പോൾ പിറ്റേ ശബ്ദത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബ്ദത്തിൽ പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിട്ട് തീർന്നു. നമ്മൾ സുവിശേഷ പ്രസംഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം എന്താണ് എന്നത് വ്യക്തമായി നമ്മളോട് പറയുന്ന വേദഭാഗമാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അപ്പസ്തലികമായിരിക്കുന്ന സുവിശേഷം എന്താണ് എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആ സുവിശേഷം പറഞ്ഞപ്പോൾ ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷം പ്രസംഗിച്ചാൽ എന്താ സംഭവിക്കുക? സുവിശേഷം പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ പറയാം, നിങ്ങൾക്കും അറിയാം അല്ലേ? ചില മനുഷ്യർ സുവിശേഷം വിശ്വസിക്കും, മറ്റു ചില മനുഷ്യരെ സുവിശേഷത്തിന് എതിരായിട്ട് നിൽക്കും.
അതാണ് സുവിശേഷത്തോടുള്ള മനുഷ്യരുടെ പ്രതികരണമെന്ന് പറയുന്നത്. അങ്ങനെയാണ്. സുവിശേഷം സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, സുവിശേഷത്തെ നിഷേധിക്കുകയും സുവിശേഷത്തോട് എതിർക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും സുവിശേഷ ഘോഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ പോകുന്നത് 42, 43 വാക്യങ്ങളെ അധികരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചില മനുഷ്യർ സുവിശേഷം സ്വീകരിക്കും എന്നുള്ളതുകൊണ്ട് നാം സുവിശേഷം പ്രസംഗിക്കണം എന്ന കാര്യമാണ് ഞാൻ ആദ്യമേ എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്. മനുഷ്യർ സുവിശേഷം സ്വീകരിക്കും, അതുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. എല്ലാവരും ഒന്നും സ്വീകരിക്കത്തില്ല കേട്ടോ. എന്നാൽ ദൈവം സുവിശേഷം സ്വീകരിക്കുവാനായിട്ട് ചില മനുഷ്യരെ അല്ലെങ്കിൽ ചില മനുഷ്യർക്ക് അതിനുള്ള ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. അവർ സുവിശേഷം സ്വീകരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ പറയാം, ചില അവസരങ്ങളിൽ സുവിശേഷ ഘോഷണം നമുക്ക് വളരെ സങ്കടകരമായി നിരാശാജനകമായി തീരാനുള്ള സാധ്യതയുണ്ട്. സുവിശേഷം പ്രസംഗിച്ചിട്ട് ആരും കേൾക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട എല്ലാ മനുഷ്യരും സുവിശേഷം കേട്ടാണ് രക്ഷിക്കപ്പെട്ടത്. അതിന് യാതൊരു തർക്കവും. ചില മനുഷ്യർ സുവിശേഷം പറയുവാൻ മനസ്സ് വെച്ചതുകൊണ്ട്, അതിനുള്ള ധൈര്യം കാണിച്ചതുകൊണ്ട്, അതിനുള്ള സ്നേഹം പ്രകടിപ്പിച്ചതുകൊണ്ട്, അതിനുള്ള തീരുമാനം അവരെടുത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്, അല്ലേ? ചില മനുഷ്യർ നമ്മളോട് സുവിശേഷം പറഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ചില മനുഷ്യർ സുവിശേഷം വിശ്വസിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സുവിശേഷം നിശ്ചയമായിട്ടും പറയണം എന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന EMS നമ്പൂതിരിപ്പാടല്ല, നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ചണ്ഡീഗഡ് അവിടെയുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു സഹോദരനോട് ഒരിക്കൽ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ഓർക്കും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ, പുള്ളിയുടെ മലയാളം ഒരിച്ചിരി അല്പം ഒരു പാലക്കാടൻ മലയാളമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യന്മാർ, നിങ്ങൾ ഹിന്ദുക്കളോട് സുവിശേഷം പറയില്ല. നിങ്ങളുടെ വിചാരം എന്താണ്? ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കൂല എന്നാ, അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണേ. അതുകൊണ്ട് നിങ്ങൾ പറയില്ല. വിശ്വസിക്കില്ലേ? ഞാൻ വിശ്വസിച്ചില്ലേ? അതേ നമ്പൂതിരിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, നിങ്ങൾ പറയണം. എല്ലാ മനുഷ്യരൊന്നും വിശ്വസിക്കില്ല കേട്ടോ. അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞത്, അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള മെഡിസിൻ പഠിക്കാനായിട്ട് അദ്ദേഹം പോയപ്പോൾ അവിടെയുള്ളൊരു നേഴ്സ് ഇദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിശ്ചയമായിട്ടും സുവിശേഷം പറയണം. കാരണം സുവിശേഷം വിശ്വസിക്കുന്ന കുറേ മനുഷ്യരെ ദൈവം വേർതിരിച്ചിട്ടുണ്ട്. ചിലർ സുവിശേഷം വിശ്വസിക്കും, അതുകൊണ്ട് നിശ്ചയമായിട്ട് നമ്മൾ സുവിശേഷം പറയണം. അപ്പം ഒരു കൂട്ടം ആളുകളുടെ പ്രതികരണം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അവർ പറഞ്ഞത്, അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. ചില മനുഷ്യർ സുവിശേഷം കേൾക്കാനായിട്ട് മനസ്സുള്ളവരാണ്. ആ നിലയിൽ ദൈവം അവരുടെ ഹൃദയങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. അപേക്ഷിച്ച് പറയാം, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം ഞങ്ങളോട് ഒന്നുകൂടെ പറയണമെന്ന്. ചില സ്ഥലങ്ങളിൽ ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറക്കുമ്പോൾ സുവിശേഷത്തിന് വലിയ വാതിലുകൾ ലഭിക്കുന്നു. ഒരു കാലത്തേക്ക് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം സുവിശേഷത്തിനെതിരായിരുന്നു കേട്ടോ, സുവിശേഷത്തിനെതിരായിരുന്നു. എന്നാൽ ദൈവം അതിന് വാതിലുകളെ തുറന്നു കഴിഞ്ഞപ്പോൾ എവിടെ ചെന്നാലും അവിടെയുള്ള ആൾക്കാർ പറയുന്നത്, നിങ്ങൾ ഈ സുവിശേഷം ഞങ്ങളോട് പറയണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ആ ദേശത്തുണ്ടായി. ഇന്ന് എത്ര ശതമാനമാണെന്ന് അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു 10% നേപ്പാളികളെങ്കിലും ഇന്ന് വിശ്വാസികളാണ്. ഒരു കാലത്ത് 0, പിന്നെ ഒരു അല്പം 0.1 എന്നൊക്കെ പറയുന്ന നിലയിൽ വിശ്വാസത്തെ എതിർത്ത് നിന്ന നേപ്പാളികൾ ഇന്നൊരു 10% ആളുകളെങ്കിലും വിശ്വാസികളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചില ദൈവമക്കൾ അവരോട് സുവിശേഷം പറയുവാനായിട്ട് മനസ്സ് വെച്ചു എന്നുള്ളത് കൊണ്ടാണ്. അവർ പറഞ്ഞു, അപേക്ഷിച്ചു, നിങ്ങൾ ഈ വചനം ഞങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു. സുവിശേഷം കേൾക്കാനായിട്ട് മനസ്സുള്ള മനുഷ്യരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷം കേൾക്കുവാനായിട്ട് ഹൃദയങ്ങളെ തുറക്കുന്ന, ചെവികളെ തുറക്കുന്ന മനുഷ്യരുടെ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഹൃദയങ്ങളിലും അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് മനസ്സായല്ലോ. നമ്മൾക്ക് സുവിശേഷം കേൾക്കാനായിട്ട് മനസ്സായി, സുവിശേഷം വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കൃപ ലഭിച്ചു.
അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നിട്ട് 43-ാമത്തെ വാക്യം പറയുന്നത്, പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. ഈ പ്രസംഗം കേട്ടതിന് ശേഷം പലര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ചു. സുവിശേഷം മനുഷ്യർ വിശ്വസിക്കുമോ? നിങ്ങൾ സുവിശേഷം പറയണോ? പറയണം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷം വിശ്വസിക്കുവാൻ പലരും ആ നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലരെയും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും സുവിശേഷം പറയണം. അവർ പലരും പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് തീരുമാനിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ പറഞ്ഞ സുവിശേഷം അത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഈ സുവിശേഷം വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവരെ അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. സുവിശേഷം വിശ്വസിക്കുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അവർ ദൈവകൃപയിൽ നിലനിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അവർ ജീവിതങ്ങൾ വ്യതിയാനപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശ്യം. സുവിശേഷം വിശ്വസിക്കണം, പിന്നെന്ത് ചെയ്യണം? സുവിശേഷം എന്ന ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ നിലനിൽക്കണം, അതിൽ വളരണം, നമ്മുടെ ജീവിതങ്ങൾ അതിനനുസൃതമായ രീതിയിൽ രൂപാന്തരപ്പെടണം. അപ്പം അതാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, എന്നോടും പറയാനുള്ളത്. നിങ്ങൾ നിശ്ചയമായിട്ടും സുവിശേഷം പറയണം. നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ എല്ലാവരും ഒന്നും വിശ്വസിക്കില്ല കേട്ടോ, വിശ്വസിക്കില്ല. എന്നാൽ ചിലർ, ഒരുപക്ഷെ പലര്, ചില സഹോദരങ്ങൾക്ക് സുവിശേഷം പറയാനുള്ളൊരു പ്രത്യേക കൃപയുണ്ട് കേട്ടോ. അവർ പലരോട് പറഞ്ഞാലും അവർ സുവിശേഷം കേൾക്കും. അങ്ങനെയുള്ളൊരു പ്രത്യേക കൃപയുള്ള ആളുകളുണ്ട്. നിങ്ങൾ കൃപയുള്ള ആളാണെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, നിങ്ങൾ സുവിശേഷം പറയണം. ഞാൻ സുവിശേഷം പറയുവാൻ കടപ്പെട്ടയാളാണ്. കാരണം സുവിശേഷം മനുഷ്യർ വിശ്വസിക്കും. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാനായിട്ട് മനുഷ്യർക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറക്കും. അപ്പം അതുകൊണ്ട് സുവിശേഷം പറയണം. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തന്നെയല്ലേ റോമാലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വളരെ പ്രമുഖമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അപ്പം അതുകൊണ്ട് ഏത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നാലും സുവിശേഷം പറയുവാനുള്ള ബാധ്യത, അതിനുള്ള കടപ്പാട് ദൈവമക്കൾക്ക് ഉണ്ട്. എന്നാൽ സുവിശേഷം ചില മനുഷ്യർ വിശ്വസിക്കുക എന്നുള്ളത് ശരിയാണ്, എങ്കിലും എല്ലാവരും വിശ്വസിക്കത്തില്ല. അതാണ് രണ്ടാമത് ഇവിടെ ലൂക്കോസ് നമ്മളോട് പറയുന്നത്. പിറ്റേ ശബത്തിൽ 44-ാമത്തെ വാക്യം, പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അവിടെ പിറ്റേ ആഴ്ചയിൽ ഞാൻ വിചാരിക്കുന്നു ഈ വിശ്വസിച്ച ആളുകൾ, അവർ മിക്കവാറും ആളുകൾ യഹൂദന്മാരെക്കാളും അധികം യഹൂദ മതാനുസാരികൾ എന്ന് പറയുന്ന, ദൈവഭക്തന്മാർ എന്ന് പറയുന്ന ആ ആളുകളാണ്. അപ്പോൾ അവർക്കുള്ള, അതിനെക്കുറിച്ച് ഒരു കമൻറ്റേറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പക്ഷേ അവർക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, യഹൂദന്മാർ പരിച്ഛേദന കഴിച്ചെങ്കിലേ ഇവരെ യഹൂദന്മാരായിട്ട് സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും പറഞ്ഞു, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ മനസ്സ് വെച്ചാൽ നിങ്ങൾ ദൈവമക്കളാകാനായിട്ട് സാധിക്കും എന്ന് അവരോട് പച്ചയായിട്ട് പറഞ്ഞു. അപ്പോൾ അത് അവർക്കൊരു പ്രത്യേക സന്തോഷമായി എന്ന് അത് ആ നിലയിലൂടെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ശരി. 15-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വ്യക്തമാകും കേട്ടോ. അപ്പോൾ ഏതായാലും ശരി, ഇവർക്ക് ഭയങ്കര സന്തോഷമായി. മതാനുസാരികളായ ജാതികളിൽ നിന്നും യഹൂദന്മാരുടെ ദൈവത്തെയും യഹൂദന്മാരുടെ രീതികളെയും ഒക്കെ സ്നേഹിച്ചതായിരിക്കുന്ന ഈ ആളുകൾ സുവിശേഷം കേട്ട് അതിൽ വിശ്വസിച്ചു. അപ്പം അവർ ചെന്ന് അവരുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്നെ, നിങ്ങളൊരു കാര്യം കേട്ടോ, കഴിഞ്ഞ ആഴ്ചയിൽ 2 മനുഷ്യർ വന്ന് ഭയങ്കര പ്രസംഗമാണ് പ്രസംഗിച്ചത്. അവരെങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടുന്നത് എങ്ങനെയാണ്, നമുക്ക് ദൈവം എങ്ങനെയാണ് ദൈവമക്കളായി തീരുവാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ വരണം, കേൾക്കണമെന്ന് പറഞ്ഞു. ഒരല്പം അതിശോക്തിയിലാണ് ലൂക്കോസ് അപ്പോസ്തലൻ പറയുന്നത്, പട്ടണം മുഴുവനും വന്നോ? മുഴുവനും വന്നില്ലെങ്കിൽ ഒരുപാട് പേര് വന്നതിനെ വിശദീകരിക്കാനായിട്ട് പറയുന്നൊരു പ്രസ്താവനയാണ്, ഒരു അതിശോക്തി പ്രസ്താവനയാണ്, അതൊരു ഫിഗർ സ്പീച്ചാണ്. അത് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് ഹൈപ്പർബോൾ എന്ന് പറയും. ഹൈപ്പർബോൾ എന്ന് പറഞ്ഞാൽ ഒരു അതിശോക്തി പ്രയോഗമാണ്. എന്നാൽ അതിശോക്തിയിൽ ആശ്ചര്യത്തിൻ്റെതായിരിക്കുന്ന ഒരു അവസരമുണ്ട്.
ഒരുപാട് മനുഷ്യർ. സാധാരണ യഹൂദന്മാരുടെ പള്ളിയിൽ ഇരിക്കാനൊക്കെയുള്ള സ്ഥലത്തിന് അത് കുറേ നോക്കിയാൽ കുറേ എംപ്റ്റി ചെയർസൊക്കെ കാണും കേട്ടോ. എൻ്റെ പൊന്നെ, ഈ ദിവസം വന്ന് നോക്കിയപ്പോൾ ഇരിക്കാനുള്ള സ്ഥലവും കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, ചിലപ്പം യഹൂദന്മാർക്ക് ഇഷ്ടപ്പെടാഞ്ഞതിൻ്റെ കാര്യം, ചില ആൾക്ക് സ്ഥിരം കസേരകളുണ്ടല്ലോ. ചില അച്ചായന്മാർ വന്ന ചിലടത്തിരിക്കും. ഇപ്പം ഇന്ന് വന്നപ്പോൾ കസേരയെല്ലാം കയറി മനുഷ്യന്മാർ കയറി ഇരിക്കണം. സീറ്റ് പോയി, ആള് വന്നങ്ങ് നിറഞ്ഞു. എന്നിട്ട് നിൽക്കാനും ഇരിക്കാനും ഒന്നും സ്ഥലമില്ലാത്തതുപോലെ പള്ളി മുഴുവനും അല്ല കേട്ടോ, വെളിയിലും ആള്. കർത്താവേ, എന്തോ ഒരു വലിയ ജനക്കൂട്ടമാണെന്നറിയാമോ. അപ്പം ഇതിനെക്കുറിച്ച് രണ്ട് നിലയിലുള്ള പ്രതികരണമുണ്ട് കേട്ടോ. ചിലർക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ പൊന്നെ, ദൈവവചനം കേൾക്കാനായിട്ട് ഇതുപോലെ ആളുകൾ വന്നുകൂടിയല്ലോ എന്നുള്ളതായിരിക്കും സന്തോഷം. മറ്റു ചിലർക്ക് ഇത് കണ്ടപ്പോൾ അസൂയ. ഇതെന്താ പരിപാടിയാ? ഞങ്ങൾ എത്ര നാളായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും വരുന്നില്ല. തേണ്ടി ഈ രണ്ടെണ്ണന്മാർ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദേശം മുഴുവൻ കളയും. ഇത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അസൂയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പച്ചയായിട്ട് പറയാം. സുവിശേഷത്തിനെതിരെ നിൽക്കുന്നതിന് ആളുകളുടെ ഒരു പ്രധാന കാരണം അസൂയയാണ് കേട്ടോ. സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന ആളുകളുടെ ആ എതിർപ്പിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അസൂയയാണ്. മനുഷ്യർക്കുണ്ടാകുന്ന നന്മ, അതുകൊണ്ട് വരുന്നതായ സ്വാതന്ത്ര്യം, അത് വരുത്തുന്ന മനുഷ്യ ജീവിതത്തിലെ രൂപാന്തരം, ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല. അതാണ് മനുഷ്യരുടെ പ്രശ്നം എന്ന് പറയുന്നത്. സുവിശേഷത്തിനെതിരെ നിൽക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അസൂയയാണ്. അപ്പം അങ്ങനെ അസൂയപ്പെട്ടതായിരിക്കുന്ന ഈ ആളുകൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. പ്രസംഗത്തിൻ്റെ ഇടയിൽ തന്നെ ബഹളം ഉണ്ടായി കേട്ടോ. പ്രസംഗിക്കുന്നത് അവർക്ക് തുടർന്ന് പ്രസംഗിക്കാൻ വയ്യാത്ത പോലെ അവന്മാർ ശല്യം ഉണ്ടാക്കി. പ്രസംഗിക്കാനായിട്ട് സാധിച്ചില്ല, എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളഞ്ഞതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. സുവിശേഷം വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾ നിത്യജീവൻ അയോഗ്യരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് തന്നെ വിധിക്കുകയാണ്. അതാണ് പ്രസംഗമായ ഒരു നിങ്ങൾ സുവിശേഷം വിശ്വസിക്കാൻ. ഇപ്പം വിധി പറയാനായിട്ട് ജഡ്ജിയല്ല ഏൽപ്പിച്ചേക്കുന്നത് കേട്ടോ. ആരാ വിധി പറയേണ്ടത്? ഈ കുറ്റക്കാരൻ തന്നെയാണ്, ഇദ്ദേഹം തന്നെയാണ് വിധി പറയുന്നത്. എന്തുവാ വിധി? നിങ്ങൾ നിത്യജീവന് യോഗ്യരാണോ നിത്യജീവൻ അയോഗ്യരാണോ എന്നുള്ളതാണ് ചോദ്യം. വിധി ആരാ പറയേണ്ടത്? നാം ഓരോരുത്തരും വിധി പറയണം. നാം ഓരോരുത്തരുമാണ് ഒരർത്ഥത്തിൽ. അതിന് മറുവശം ഇനിയും താഴെ വരുമ്പോൾ പ്രസംഗമായ പൗലോസ് പറയും, ഒരർത്ഥത്തിൽ നമ്മുടെ നിത്യതയെ നിർണ്ണയിക്കുവാനുള്ള അവകാശം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. നമ്മുടെ നിത്യതയെ നിർണ്ണയിക്കുവാൻ, സ്വർഗത്തിൽ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള അനുവാദം ദൈവം നമുക്ക് തന്നിരിക്കുക. എന്തൊരു അതിശയകരമായിരിക്കുന്ന കാര്യം. ആർക്കും പറയാൻ പറ്റില്ല, അവൻ അങ്ങനെ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അല്ലേ, ഞാൻ സ്വർഗത്തിൽ പോയേനെ, എന്താ പോകാത്തത്? അവരെല്ലാം കൂടി സ്വർഗത്തിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി അടച്ചു കളഞ്ഞില്ലെന്നേ. സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ അവകാശികളായി തീരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ്. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അതിനെതിരായ തീരുമാനം നിങ്ങളെടുത്തു എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന് പറയുന്ന കാര്യം. You have decided not to go to heaven. അതാണ് നിങ്ങൾ സ്വർഗത്തിൽ പോകാതിരിക്കാനുള്ള കാരണം. അതിനെക്കുറിച്ച് C.S. ലൂയിസ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നരകത്തിൻ്റെ വാതിൽ വെളിയിൽ നിന്നല്ല അടച്ചേക്കുന്നത്, അകത്തു നിന്നാണ് പറഞ്ഞത്. The door of hell is not locked from outside. It is locked from inside. അവിടെ അകത്ത് കയറിയ ആളുകളാണ് അത് അടച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയാം, നരകത്തിൽ പോകാനുള്ള കാരണം അതിൻ്റെ തീരുമാനം നിങ്ങളെടുത്തതാണ് കേട്ടോ. നിങ്ങളെ ആരും അവിടെ അയച്ചതല്ല. ഒരർത്ഥത്തിൽ പറയുമ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചതാണ്. ഞാൻ എൻ്റെ പ്രിയ സഹോദരന്മാർ, സ്നേഹിതന്മാരായിരിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാം, നിങ്ങൾ നരകത്തിൽ പോകാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളതിനെതിരെടുത്ത തീരുമാനമാണ് അതിന് കാരണമായിരിക്കുന്നത്.
നിത്യജീവൻ അയോഗ്യരാണ് എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ വിധിച്ചു. അതാണ് അപ്പോസ്തലനായ പൗലോസിന് പറയാനുള്ളത്. നിങ്ങളുടെ മുൻപിൽ നിത്യജീവൻ്റെ വാതിലുകൾ തുറന്നു വെച്ചിട്ട് വന്ന് കയറാൻ പറഞ്ഞപ്പോൾ കയറുകയില്ല എന്ന് പറഞ്ഞു പിന്നെ പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നോഹയുടെ പെട്ടകം അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക കേട്ടോ. ആ പാവപ്പെട്ട നോഹ അപ്പച്ചന് തൊണ്ട പൊളിഞ്ഞ് അങ്ങനെ വിളിക്കും, എൻ്റെ പൊന്നും മക്കളെ വന്ന് കയറണം എന്നവരോട് പറയുക. കയറിയല്ല. വെള്ളം കുടിച്ച് ചാകുന്നതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? നോഹയ്ക്ക അല്ലേ? ദൈവത്തിനാണല്ലേ? അല്ലെന്നേ. ഇതിൽ കയറുവാൻ മനസ്സില്ലാത്ത മനുഷ്യർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. വാതുകൾ തുറന്നിട്ട് വന്ന് കയറുവാൻ വിളിച്ചൊരു കാലമുണ്ടായിരുന്നു. അതിനെ എല്ലാം നിഷേധിച്ചേച്ച് ഇപ്പം കുറ്റം പറയുക, തമ്പുരാൻ എന്നെ വെള്ളത്തിലിടുന്നത്. അയ്യ, നല്ല കാര്യമാണ്, ശരിയാ, നല്ല പണിയാ. വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ മറിയാണ്. എന്താ കുഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ദൈവമല്ലയോ വെള്ളപ്പൊക്കം വരുത്തിയത്, ഞാൻ വെള്ളം കുടിച്ച് ചാവുകയല്ലയോ. ശരിയാ, വാതിൽ തുറന്ന് വിളിച്ചായിരുന്നില്ല കുറേ നാള്, മോനെ വരാമോ എന്ന് ചോദിച്ചോണ്ട്. അന്നേരം എന്താ വേണ്ട എന്ന് പറഞ്ഞത്? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, സുവിശേഷത്തിന് നേരെയുള്ള മനുഷ്യൻ്റെ തീരുമാനം നിത്യതയെ നിർണ്ണയിക്കുന്ന തീരുമാനമാകട്ടോ. സുവിശേഷത്തിന് നേരെയുള്ള മനുഷ്യരുടെ തീരുമാനം അവർ നിത്യതയെ നിർണ്ണയിക്കുന്ന തീരുമാനമാണ്. സുവിശേഷം വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ നിത്യജീവൻ അയോഗ്യരാണ് എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ വിധിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാനതാണ് രണ്ടാമത് പറയാനുള്ളത്. സുവിശേഷം വിശ്വസിക്കുവാൻ മനസ്സില്ലാത്ത മനുഷ്യർ, സുവിശേഷം നിഷേധിക്കുന്ന ആളുകൾ, അവർ നിത്യത അവർ തന്നെ നിർണയിച്ചതാണ് എന്നാണ് ഒരർത്ഥത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. എന്തൊരു അത്ഭുതകരമായിരിക്കുന്ന കാര്യം എന്ന് പറയാം. മറ്റാരുടെയും കുറ്റം കൊണ്ട്, മറ്റാരുടെയും പേരിൽ നമ്മളുടെ നിത്യതയുടെ അപരാധം അല്ലെങ്കിൽ നിത്യത നഷ്ടപ്പെട്ടതിൻ്റെ കുറ്റം ആരോപിക്കുവാനായിട്ട് കഴിയുകയില്ല. നമുക്ക് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് എണ്ണി. സുവിശേഷം കേൾക്കുന്നത് ഒരു ഭയങ്കര പരിപാടിയാകട്ടോ. നിങ്ങൾക്ക് സുവിശേഷത്തെ തള്ളിക്കളഞ്ഞേച്ച് കൈയും കഴുകി പോകാനൊന്നും പറ്റില്ല. യു മേക്ക് എ ഡിസിഷൻ. നിങ്ങളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധിയെടുത്ത് നിങ്ങൾ ജീവിതത്തെ നിത്യതയെ സംബന്ധിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് യു ഡു. യു മേക്ക് എ ഡിസിഷൻ, യു മേക്ക് എ വെർഡിക്റ്റ് വിത്ത് റിഗാർഡ് ടു യുവർ ഇറ്റേണിറ്റി. സുവിശേഷത്തെ തള്ളിക്കളഞ്ഞിട്ട് നിത്യജീവന് ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾക്ക് ഈ നിത്യജീവൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്, അല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ തന്നെയാണ് ആ വിധിയെടുത്ത് നടത്തിയത് എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം, ചിലർ സുവിശേഷം വിശ്വസിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ സുവിശേഷം പറയണം. എന്നാൽ സുവിശേഷം വിശ്വസിക്കാത്ത മനുഷ്യർ അവിടെ നിത്യതയുടെ വിധിയെടുത്ത് അവർ നടത്തുകയാണ് എന്നവർ ഓർത്തുകൊള്ളണം എന്നതാണ് രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തെ തള്ളിക്കളയുന്നത് നിത്യജീവനെ തള്ളിക്കളയുകയാണ്, സ്വർഗത്തെ തള്ളിക്കളയുകയാണ്, നിത്യതയെ ഉപേക്ഷിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ രക്ഷയ്ക്കായിട്ട് ഒരു വഴി മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ, അത് സുവിശേഷമാണ്, യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതിന് ശേഷം അവസാനത്തെ ചിരി അവർക്ക് സാധ്യമല്ല. ദ ഫൈനൽ ലാഫ് ഡു നോട്ട് ബിലോങ് ടു ദ പീപ്പിൾ ഹു റിജക്ട് ദ ഗോസ്പൽ. സുവിശേഷം തള്ളിക്കളയുന്നവർക്ക് ഇന്ന് ചിരിക്കാനൊക്കെ പറ്റിയാൽ പരിഹസിച്ചല്ലേ നിൽക്കുന്നവരൊക്കെ സുവിശേഷം ഇല്ലേ. അവരുടെ ആ പരിഹാസത്തിൻ്റെ പുഞ്ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇറ്റ് വിൽ എൻഡ് വൺ ഡേ. അതൊരിക്കൽ അവസാനിക്കും. വാതിലുകൾ തുറന്നിരിക്കുമ്പോൾ പെട്ടകത്തിൽ കയറിക്കൊള്ളുക എന്നതാണ് ദൈവത്തിൻ്റെ നമ്മളോടുള്ളതായിരിക്കുന്ന നിർദ്ദേശം. കയറാനുള്ള തീരുമാനം നമ്മൾ എടുക്കണം കേട്ടോ, അല്ലാതെ ഇതിനുള്ളിൽ കയറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. നിത്യത വേണ്ട എന്ന് തീരുമാനിക്കുന്ന തീരുമാനമാണ് സുവിശേഷത്തെ നിഷേധിക്കുമ്പോൾ മനുഷ്യരെടുക്കുന്നതായിരിക്കുന്ന തീരുമാനം. എത്ര ഭയങ്കരമായ ഒരു തീരുമാനമാണ്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ഞാനതിനെക്കുറിച്ച് അവസാനം ഈ പറഞ്ഞ പ്രസ്താവനയും കൂടെ പറഞ്ഞ് അതിൻ്റെ ഒരു പോയിൻ്റായിട്ട് ഞാൻ പറഞ്ഞോളാം. എന്നിട്ട്
അടുത്തതായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവ വചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു. ദാറ്റ് ഈസ് ദി അദർ സൈഡ്. ഞാൻ പറഞ്ഞല്ലോ, ഒരർത്ഥത്തിൽ ഒരു വശം പറയുമ്പോൾ അത് അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ പറയാം. മനുഷ്യൻ്റെ ഉത്തരവാദിത്വം, ദൈവത്തിൻ്റെ സർവാധികാരം. ഇതൊരു ഭയങ്കര വിഷയമാണ്, ഇല്ലയോ? നമ്മുടെ ഫിലിപ്പ് സഹോദരി ചിരിയുണ്ട്, എനിക്കറിയാം. ദൈവം തിരഞ്ഞെടുത്തതാണോ അതോ നമ്മൾ തീരുമാനിച്ചതാണോ? അതിന് മറുപടി പറയാം. ജെയ് പാക്കർ എന്ന് പറഞ്ഞ ദൈവദാസൻ പറഞ്ഞ പോലെ പറയാം, ഈ വിഷയത്തിലുള്ള സത്യമെന്ന് പറയുന്നത് മധ്യത്തിലല്ല, ധ്രുവങ്ങളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സത്യം മധ്യത്തിലല്ല, ധ്രുവങ്ങളിലാണ്. ദൈവത്തിൻ്റെ സർവാധികാരം 50%, മനുഷ്യൻ്റെ ഉത്തരവാദിത്വം 50%. ഇതിനോട് ചേരുമ്പോൾ അങ്ങനല്ലേ? മനുഷ്യൻ്റെ തീരുമാനം 100%, ദൈവത്തിൻ്റെ സർവാധികാരം 100%. അങ്ങനെയാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. ഓ, അത് ശരി. മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. നമ്മളുടെ വിധേയത്വം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിയോടല്ല കേട്ടോ. നമ്മളുടെ വിധേയത്വം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിയോടല്ല. നമ്മളുടെ വിധേയത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടിനോടാണ്. നമ്മളുടെ വിധേയത്വം എന്ന് പറയുന്നത് യുക്തിയോടല്ല. നമ്മളുടെ വിധേയത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടിനോടാണ്, ദൈവത്തിൻ്റെ വചനത്തോടാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ അയോഗ്യരെന്നെണ്ണി എന്ന് പറയുന്നത് 100% ശരിയാ. അങ്ങനെ തന്നെ പറയണം. നീ വിശ്വസിച്ചില്ലെങ്കിൽ നിന്നെ നിത്യത തീരുമാനിച്ചത് നീ തന്നെയാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണ് എന്ന് പറയുന്നതിന് മടിക്കൊന്നും വേണ്ട. പച്ചയായിട്ട് അത് സത്യമാണ്, 100% സത്യമാണ്. അത് നമ്മൾ പറയണം. നിങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ വെച്ച സുവിശേഷം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നിത്യത നിർണയിച്ചത് എന്നവരോട് പറയണം. അത് കഴിഞ്ഞതിന് ശേഷം താഴെ വരുമ്പോൾ പറയണം, നിത്യജീവനായിട്ട് നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അത് ശരിയാ. സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കാതെ, ദൈവം ഉൾപ്പെടുത്താതെ, ദൈവം തിരഞ്ഞെടുക്കാതെ ഒരു മനുഷ്യനും ദൈവരാജ്യത്തിൽ വരികയില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്തിനാ ഇത് മയപ്പെടുത്തുന്നത്? രണ്ടും ശരിയാണ് കേട്ടോ. ഈ സത്യത്തിൻ്റെ സത്യമെന്ന് പറയുന്നത് അത് മധ്യത്തിലല്ല കേട്ടോ. ഇത് രണ്ടും ധ്രുവങ്ങളിലാണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ മിഡിൽ, ഇറ്റ് ഈസ് ഇൻ ദി എക്സ്ട്രീംസ്. ദൈവം നമ്മളോട് നമ്മൾ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുമ്പോൾ 100% ശരിയാത്. വിശ്വസിച്ചില്ലെങ്കിൽ പോയത് തന്നെ കേസ്. ആ വിശ്വസിക്കാതിരുന്ന ഉത്തരവാദിത്വം ആർക്കാ? നിങ്ങൾക്കാന്നേ. അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ സുവിശേഷം സ്വീകരിക്കാതെ നിത്യജീവനം നിങ്ങളെ തന്നെ അയോഗ്യരെന്ന് വിധിച്ചത് കൊണ്ട് ഈ വിധിയെടുത്ത് ആരാ നടത്തിയത്? ദൈവമല്ല കേട്ടോ. അത് മനുഷ്യൻ നടത്തിയ തീരുമാനമാണ്. നിത്യജീവൻ വേണ്ട, നിത്യജീവൻ ഞങ്ങൾ അയോഗ്യരാണ് എന്ന് വിധിയെഴുതി തീരുമാനിച്ചു, സൈൻ ചെയ്തു, സീല് വെച്ചു. അതാരാ വെച്ചത്? മനുഷ്യരാണ്. എന്നിട്ട് താഴെ വന്നപ്പോൾ പ്രശ്നനായ ലൂക്കോസ് പറഞ്ഞു, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും. അത് ശരി. ഞാൻ പറയാം, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പുതിയ നിയമത്തിൽ പറയുന്ന ഏറ്റവും വ്യക്തമായൊരു പ്രസ്താവനയായത് കേട്ടോ. ഇതിനെ നിങ്ങൾക്ക് ഒരു വിധത്തിലും വിശദീകരിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു വിധത്തിലും ഇങ്ങനായിരുന്നു അങ്ങനായിരുന്നു ഇങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല. ഇത് പച്ചയായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. വിശ്വസിച്ചവരിൽ നിത്യജീവനെ നിയമിക്കപ്പെടാത്ത എത്ര പേരുണ്ടായിരുന്നു? ആരുമില്ല. അങ്ങനെ അറിഞ്ഞേക്കുന്നത്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും, നിത്യജീവനായി നിയമിക്കപ്പെട്ട എല്ലാവരും. നിത്യജീവനായി നിയമിക്കപ്പെടാത്ത ഒരുത്തരും ഈ പരിപാടിയിൽ ഉൾപ്പെടുകയില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഇതിനാരാ ഉത്തരവാദി? അത് മുമ്പ് പറഞ്ഞ പ്രസ്താവന പറയണമെന്നേ. അത് രണ്ടും പറയണം. ഇത് രണ്ട് സാറേ പറഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടെ ചേരുന്നില്ല, ചേരാൻ അവിടെ കിടക്കട്ടെ. ഇത് രണ്ടും വിശ്വസിക്കുവാനുള്ളതായിരിക്കുന്ന ബാധ്യത നമുക്കുണ്ട്. ഇത് രണ്ടും പറയുവാനുള്ള ഉത്തരവാദിത്തം. കാൽവിനിസ്റ്റുകളെ കുറിച്ച് ഞാൻ പറയാം.
കാൽവിനിസ്റ്റുകാർ ആദ്യം പറഞ്ഞ വാക്യം അങ്ങനെ തറപ്പിച്ച് പറയൂല്ലോ കേട്ടോ. അവർ പറയില്ല. അവർ പറയും അവരിങ്ങനെ യോഗ്യരായി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒറ്റ കുഴപ്പവും കുഴപ്പമൊന്നും വേണ്ട. പച്ചയായിട്ട് പറയണം, നിങ്ങൾ നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാണ് എന്ന് നിങ്ങൾ വിധിച്ചത് കൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ പോകാൻ കാരണം എന്ന് അപ്പോസ്തലനായ ലൂക്കോസ് നമ്മളോട് വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. താഴെ പറയുമ്പോൾ നമ്മൾ പറയണം, നിത്യജീവനായി നിയമിക്കപ്പെടാത്ത ഒരുത്തനും നിത്യജീവനിൽ പ്രവേശിക്കുകയില്ല. കാര്യം നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് മുൻപ് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം യഥാർത്ഥത്തിൽ 47-ാമത്തെ വാക്യം, നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വാക്യം യെശയ്യാപ്രവചനം 49-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. യെശയ്യാപ്രവചനം 49-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാരോട് പറഞ്ഞതെന്നറിയോ? ഇതാരോടെ പറഞ്ഞത്? It is actually talk to the servant of Yahweh. യഹോവയുടെ ദാസനായി നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമുക്ക് പരിഹാരമായി തീർന്ന, നമ്മളുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മളുടെ പാപങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്ന ദൈവപുത്രനോട്, ദൈവത്തിന് ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ ദ സെർവന്റ് ഓഫ് യാഹ്വേ എന്ന് പറയുന്ന യേശുക്രിസ്തുവിനോട് പറഞ്ഞ പ്രസ്താവനയാണ്, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന. ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ആത്യന്തികമായി പറയുന്നത്. ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്ന ആരാ? ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. പിന്നെ എങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ കാണാനായിട്ട് ഇന്ന് കർത്താവ് ലോകത്തിലില്ലല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ വെളിച്ചം വഹിക്കുന്നവരായി, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി, അവരുടെ അംബാസഡേഴ്സായിട്ട് ഇന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് ലോകത്തിൽ നിർത്തിയിട്ട് നമ്മളോട് പറയുകയാണ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അങ്ങനെയല്ലേ കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ? അങ്ങനെയല്ലേ? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യഥാർത്ഥമായിരിക്കുന്ന വെളിച്ചം കർത്താവായ യേശുക്രിസ്തുവാണ് കേട്ടോ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്ദേശവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവവും രൂപാന്തരവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുന്നതനുസരിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം വെളിച്ചമാക്കി നിർത്തിയിരിക്കുന്നത് പോലെ അവനെ പുനരുദ്ധാനം ചെയ്യുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ലോകത്തോട് നിരന്നുകൊള്ളുക എന്ന് പറയുവാനുള്ള ആ ശ്രേഷ്ഠമായിരിക്കുന്ന അവകാശമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. The more we are transformed by the power of the Holy Spirit into the likeness of Christ. യേശുക്രിസ്തുവിൻ്റെ രൂപത്തോട് അനുരൂപമാകത്തക്ക ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ രൂപാന്തരപ്പെടുത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മുടെ അധരങ്ങളിൽ തന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ലോകത്തിന് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയാം, ദൈവം നമ്മളെ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ലോകം എന്ന് പറയുന്നത് ഭയങ്കര അന്ധകാരമാണ് കേട്ടോ. സുവിശേഷം പറയുന്ന മനുഷ്യർ അവരാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. സുവിശേഷം പറയുന്ന മനുഷ്യർ അവരാണ് ഈ ലോകത്തിൻ്റെ വെളിച്ചം. യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. സുവിശേഷം ചെല്ലുന്നതിന് മുന്നമേ ആഫ്രിക്കയെക്കുറിച്ച്, അത് വിശ്വാസികളാണ് പറഞ്ഞതെങ്കിലും അവിശ്വാസികളും അത് സംഭവിക്കും കേട്ടോ. ആഫ്രിക്ക എങ്ങനെ വിളിച്ചിരുന്നത്? അന്ധകാരപൂർണമായ ദ ഡാർക്ക് കോണ്ടിനെൻറ്റ്, അന്ധകാരപൂർണമായ ഭൂഖണ്ഡം എന്നാ വിളിച്ചത്. എന്താ അന്ധകാരത്തിൻ്റെ കാരണം? സുവിശേഷം ചെന്നിട്ടില്ല, യേശുക്രിസ്തു ചെന്നിട്ടില്ല. നമ്മുടെ മോദി സാറും അമിത്ഷായും ഒക്കെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, വെളിച്ചമായി നിൽക്കാൻ അവർക്ക് സാധിക്കില്ല കേട്ടോ. ഇല്ല, അവരെ കൊണ്ട് സാധിക്കില്ല. വെളിച്ചമായി നിൽക്കുവാൻ സുവിശേഷം വിശ്വസിക്കുന്ന, സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട, സുവിശേഷം പ്രഘോഷിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
അപ്പം അതുകൊണ്ട് നമ്മളുടെ വിളക്ക് പറയിൻ കീഴ് വയ്ക്കുവാൻ തീരുമാനിച്ചാൽ നമ്മുടെ സമൂഹം അന്ധകാരത്തിലാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നമ്മുടെ വിളക്കുകൾ നമുക്ക് കത്തിച്ച് പറയിൻ കീഴ് വയ്ക്കുവാൻ കഴിയുകയില്ല. അത് തണ്ടിന്മേൽ പ്രകാശിക്കേണ്ട വിളക്ക് തന്നെയാണ്. അവിടെയാണ് വെളിച്ചം പ്രകാശിക്കുന്നത്. അതാണ് ഈ സമൂഹത്തിൻ്റെ പ്രതീക്ഷ, പ്രത്യാശ എന്ന് പറയുന്നത്. അവർക്കത് അറിയില്ല കേട്ടോ, അവർക്കറിയില്ല. അവർ തല്ലിക്കെടുത്താനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെങ്കിൽ ലോകത്തിന് വെളിച്ചമായി നിൽക്കുവാൻ, അന്ധകാരത്തെ ദൂരീകരിക്കുവാൻ സുവിശേഷത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല. ഞാൻ നിന്നെ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിശബ്ദമായിരിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമ്മൾ ഈ സുവിശേഷം പറയണം. ഈ വെളിച്ചത്തിന് സാക്ഷ്യം പറയാനായിട്ട് നമ്മൾ തീരുമാനിക്കണം. അല്ലാതെ ഈ ലോകത്തിലെ അന്ധകാരത്തെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കില്ല. ദൈവമക്കൾ ചെന്ന ഇടങ്ങളിലൊക്കെ വെളിച്ചമായി. അത് ഈ ലോകത്തുള്ള മനുഷ്യർ എന്ത് പറഞ്ഞാലും അത് സത്യാൽ സത്യം തന്നെയാണ്. അന്ധകാരപൂർണമായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കയറി ചെന്ന സുവിശേഷത്തിൻ്റെ വെളിച്ചമാണ് മനുഷ്യരുടെ അന്ധകാരത്തെ നീക്കി അവർക്ക് വെളിച്ചം പകർന്നത്. ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വലിയ വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ. ഭാരത സംസ്കാരം എന്താണ് സംസ്കാരം? ഞാൻ പറയാം, പെണ്ണുങ്ങൾക്ക് മാറ് മറയ്ക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംസ്കാരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതാണ്. 2, ബ്രാഹ്മണന് റോഡിലിറങ്ങിയാൽ അവനോട് എത്ര അടിയാ എന്താ സാറ്? എത്ര അടിയാ? 150 അടിയോ? ഏതാണ്ട് മാറി നിന്നോണം. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓയ് ഓയ് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണൻ കേൾക്കണം, അവൻ മാറിയിരിക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഞാൻ മാറിപ്പോൻ. ആർഷഭാരത സംസ്കാരം. 12-13 വയസ്സുള്ള പെൺപിള്ളേർ 60-70 വയസ്സുള്ള വല്യപ്പന്മാർ കല്യാണം കഴിച്ചേച്ച് അവർ ഈ അന്നക്കാലത്തൊക്കെ 17 വയസ്സാകുമ്പോൾ ചാവുമല്ലോ. ചാകുന്നതിന് 2 വർഷം മുമ്പാണ് ഈ കല്യാണം. അത് കഴിഞ്ഞതിന് ചാവും. ഈ പെൺപിള്ളേരെ കൂടെ പിടിച്ച് ചിതയിലിടും. അതാണ് സതി എന്ന് പറയുന്ന പരിപാടി. ആർഷ്യഭാരത സംസ്കാരം എന്തോ കൂടിയ സംസ്കാരം. എൻ്റെ പൊന്നെ, അതിന് നടുവിലേക്കാണ് സുവിശേഷവുമായിട്ട് ദൈവത്തിൻ്റെ മക്കൾ വന്നത്. ഇന്ന് ഈ വെയിമ്പിളക്കുന്ന ആളുകൾ ആരും പെൺപിള്ളേരെ തീയിലിടാൻ സമ്മതിക്കില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ കരുത്തും ആർജവും എവിടെ നിന്നാണ് കിട്ടിയത്? അവരുടെ ആർഷഭാരത സംസ്കാരത്തിൽ നിന്നല്ല, സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് അവർക്കത് ലഭിച്ചത്. അവർ നമ്മളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അത് സമ്മതിക്കില്ല അവർ. ഈ അന്ധകാരത്തെ നീക്കം ചെയ്ത് ഞാൻ ചില ചിത്രങ്ങൾ, പഴയ കാലത്തെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അടിയാന്മാരുണ്ട് കേട്ടോ. അടിയാന്മാരും പിന്നെ മുതലാളിമാരും അല്ലേ. അടിയാന്മാരുണ്ട്. അവരുടെ കാലിൽ 2ലും ചങ്ങലയുണ്ട് കേട്ടോ. അവർ പാടത്ത് പണിയെടുക്കുമ്പോൾ കാലിൽ ചങ്ങലയിട്ടുകൊണ്ടാണ് പണിയെടുക്കുന്നത്. അതായിരുന്നു ഈ കേരളത്തിൽ 1932 മറ്റും ഈ കേരളത്തിൽ സംഭവിച്ച കാര്യമാണത്. എന്നിട്ട് പണി ശരിയായില്ലെങ്കിൽ മുതലാളി വന്നതിന് ശേഷം, നേതാവ് വന്നതിന് ശേഷം അവനെ ആ ചെളിയിൽ ചവിട്ടിത്താഴ്ത്തിയ അനേക സംഭവങ്ങളുണ്ട്. ആ ചെളിയിൽ അവരെ ചവിട്ടിത്താഴ്ത്തിയ അനേക സംഭവങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ കാലുകളിൽ നിന്ന് ചങ്ങലകൾ അഴിച്ചു കളഞ്ഞത്, ഈ സമൂഹത്തിൽ വെളിച്ചമായത് സുവിശേഷമാണ്. ഈ സ്വാതന്ത്ര്യം വരുത്തിയത് സുവിശേഷം വരുത്തിയ സ്വാതന്ത്ര്യമാണ്. അതിനോട് നമുക്ക് ഭയങ്കരമായ കടപ്പാടാണ്. ഈ സമൂഹത്തിന് ഭയങ്കരമായ കടപ്പാടാണുള്ളത്. അതിനെ നിഷേധിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. പറഞ്ഞു, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു സഹോദരൻ, നമുക്കറിയാവുന്ന ആൾ, ജേക്കബ് സക്രസാറിനെ അറിയാമല്ലോ അല്ലേ. അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായിരുന്നു. പിന്നെ അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കഥയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരുപാട് കാലം നാഗാലാൻഡിലായിരുന്നു. നാഗാലാൻഡിലായിരുന്നു. അന്ധകാലത്ത് വിശ്വാസികളായ കാലത്താണ് അദ്ദേഹം ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ഒരു നാട്ടിലെ ആൾ ഏറ്റവും നേതാവ് ആകുന്നത് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പാണ് കേട്ടോ. നേതാവാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ വീട്ടിൽ എത്ര തലയോട്ടിയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കൂടുതൽ തലയോട്ടി വീട്ടിലുള്ള ആളാണ് ആ സമൂഹത്തിലെ നേതാവ് എന്ന് പറയുന്നത് ആ ആളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റി, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റി. മനുഷ്യരെ സ്നേഹിക്കുവാൻ
പഠിപ്പിച്ച സുവിശേഷത്തിൻ്റെ രൂപാന്തരം അതിൻ്റെ പൂർണ്ണ നിലയിലൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം ശരിയാ. എന്നാലും ഇത് മനുഷ്യനെ തിന്നുന്ന ആളുകളൊന്നും നാഗാലാൻഡിലില്ല കേട്ടോ. നാഗാലാൻഡിലൊന്നും മനുഷ്യരെ തിന്നുന്ന ആളുകളില്ല. നമ്മളവിടെ പോയാൽ നമ്മളെ അവർ പിടിച്ച് തിന്നുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പേടിക്കണ്ട. സുവിശേഷത്തിന് വ്യതിയാനം വരുത്താൻ സാധിക്കുമോ? സുവിശേഷത്തിന് വെളിച്ചം വരുത്തുവാൻ കഴിയുമോ? മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുമോ? നാഗാലാൻഡിലേക്ക് നിങ്ങൾ ചെല്ലൂ. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ ആ വലിയ ചരിത്രത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് സുവിശേഷമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവജനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ അതാണ് എൻ്റെ മൂന്നാമത്തെ പോയിന്റ്. ദൈവം നമ്മളെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട്, ഈ സുവിശേഷം വിശ്വസിക്കുവാനായിട്ട് ദൈവം മനുഷ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് നാം സുവിശേഷം പറയണം എന്നുള്ളതാണ് ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ ദൈവം സുവിശേഷത്തിൻ്റെ സാക്ഷികളായി വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കേട്ടോ, നാം പറയുന്ന സുവിശേഷം വിശ്വസിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകളെ ദൈവം വേർതിരിച്ചിട്ടുണ്ട്. ഞാൻ സുവിശേഷം പറഞ്ഞാൽ ഇവർ വിശ്വസിക്കും. നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ പറഞ്ഞ വചനം വിശ്വസിച്ചാൽ നിങ്ങൾക്കൊരു വലിയ ഗുണമുണ്ട് കേട്ടോ. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചു. ആളുകൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് എൻ്റെ വാഗ്വൈഭവമല്ല. ഞാൻ ഒരാളിനെ മനസ്സാന്തരപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൻ്റെ എല്ലാ വാദഗതികളെയും പറഞ്ഞ് അവനെയെല്ലാം തകിടം മറിച്ച് അവസാനം ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, വിശ്വസിക്കുന്നോ? പണ്ടൊരിക്കൽ ഒരു ഇറച്ചി വെട്ടുകാരൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ട് ഇങ്ങനെ കുതിച്ച് നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ അവൻ്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അവനിങ്ങനെ ഇറച്ചി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക. ഒരു വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു. അപ്പോൾ ഈ കത്തി രണ്ടും കയ്യിൽ നിൽക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? അവർ നിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ വന്നയാൾ പറഞ്ഞ് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. എന്തോ അവിശ്വസിക്കണമെന്ന് അറിയത്തില്ല, എന്നാലും രക്ഷപ്പെടാമല്ലോ. എൻ്റെ പോയി അങ്ങനെയാണെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നത് അല്ലെന്നേ. അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഹൃദയത്തിലെ അന്ധകാരത്തെ നീക്കം ചെയ്ത് സുവിശേഷത്തിന് വെളിച്ചമന ഹൃദയത്തിലേക്ക് നൽകി വിശ്വസിക്കുവാനുള്ള കരുത്ത് നൽകി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് മനുഷ്യരിൽ വിശ്വാസം ഉളവാക്കുന്നത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഇവൻ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ പറഞ്ഞ സുവിശേഷം അവന് വിശ്വസിക്കേണ്ടതായിട്ട് വരും കേട്ടോ. സുവിശേഷം പറയണം. കാരണം സുവിശേഷം വിശ്വസിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യര് ഈ ലോകത്തിലുണ്ട്, ഈ സമൂഹത്തിലുണ്ട്. നിങ്ങൾ പറയുന്ന സുവിശേഷം അവർ സ്വീകരിക്കും. സുവിശേഷം പറയുന്നതിന് പേടിക്കൊന്നും വേണ്ട. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരായിരിക്കുന്ന ആളുകൾ എല്ലാവരും വിശ്വസിക്കും. നമ്മൾ പറഞ്ഞ വാക്ചാതുര്യം ഒന്നും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ച് ജോൺ സ്റ്റോട്ട് പറഞ്ഞൊരു കാര്യം പറയാം. അദ്ദേഹം 1970-കളിലാണ് എന്നാണ് എൻ്റെ വിചാരം, ഓസ്ട്രേലിയയിൽ ഒരു സ്റ്റുഡൻറ്റ് കോൺഫറൻസിന് ചെന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർ ജോൺ സ്റ്റോട്ട് പ്രസംഗിക്കാൻ വരുന്നു എന്ന് കേട്ടിട്ട് എല്ലാ കോണിൽ നിന്നും ആൾക്കാർ വന്നു. 10,000 പിള്ളേർ ജോൺ സ്റ്റോട്ട് പ്രസംഗിക്കുന്നത് കേൾക്കാനായിട്ട് വന്നു. അപ്പോൾ പക്ഷേ തലേ രാത്രിയിൽ ജോൺ സ്റ്റോട്ടിൻ്റെ ശബ്ദമെല്ലാം പോയി. അവിടെ പ്രസംഗിക്കാനായിട്ട് ശബ്ദമില്ല. അപ്പോഴേ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് പ്രസംഗിക്കാൻ പറ്റുകയില്ല, എനിക്ക് തീരെ ശബ്ദമില്ല. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ജോൺ സ്റ്റോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം കൂടെ വന്നേക്കുന്നത്, അതുകൊണ്ട് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുകയില്ല, ഉള്ള ശബ്ദത്തിൽ അങ്ങ് പ്രസംഗിച്ചാൽ മതി, അങ്ങനെ അങ്ങ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എഴുന്നേറ്റ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ കാക്ക ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്, ആ ശബ്ദത്തിലാണ് പുള്ളി പ്രസംഗിച്ചതെന്നാണ് പറഞ്ഞത്. ഇറ്റ് വാസ് ലൈക്ക് ക്രൈയിങ് ഓഫ് എ ക്രോ. ആ രീതിയിൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള ഏറ്റവും വിരൂപമായ പ്രസംഗം എന്ന് പറയുന്നത് അതായിരുന്നു എന്ന് പറഞ്ഞു. ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ലണ്ടനിൽ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഒരാൾ വന്നു. അദ്ദേഹം ചോദിച്ചു, സാർ ഓർക്കുന്നുണ്ടോ? എന്താ? അവിടെ ഓസ്ട്രേലിയയിൽ വന്ന് സാർ പ്രസംഗിച്ചൊരു പ്രസംഗം ഓർക്കുന്നുണ്ടോ?
അദ്ദേഹം പറഞ്ഞു, ഞാനെങ്ങനെ മറക്കുന്നേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ പ്രസംഗമായിരുന്നല്ലോ അത്. ആ പ്രസംഗം കേട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, താൻ പലയിടങ്ങളിൽ ചെന്നപ്പോൾ പല പലര് വന്ന് പറഞ്ഞു, ബ്രദർ, I came to know the Lord through that sermon. അദ്ദേഹം പറഞ്ഞു, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിരൂപമായ പ്രസംഗം അതായിരുന്നുവെങ്കിലും ഒരുപക്ഷെ ഏറ്റവും ഫലപ്രദമായ പ്രസംഗം അതായിരുന്നു എന്നദ്ദേഹം പറഞ്ഞു. നമ്മുടെ വാക്ചാതുര്യം ഇതൊന്നുമല്ല കേട്ടോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ ഉപയോഗിക്കുവാൻ തീരുമാനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീരുമാനിക്കുമ്പോൾ മനുഷ്യനെ വിശ്വസിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നത്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിങ്ങൾ സുവിശേഷം പറയണം. നിത്യജീവനായി നിയമിക്കപ്പെട്ട ആളുകൾ വിശ്വസിക്കും. പ്രതികൂലവും പ്രയാസവും ഒക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ നിത്യജീവനായി നിയമിക്കപ്പെട്ട മനുഷ്യർ ഉണ്ട്, അവർ വിശ്വസിക്കും. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ വലിയ പ്രയാസമാകട്ടോ, വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. നമ്മളെ 100 കണക്കിന് പാസ്റ്റർമാർ ജയിലിലാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. നമ്മളവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, നിശ്ചയമായിട്ടാണ് അവരെ ഓർത്ത് നിശ്ചയമായിട്ട് പ്രാർത്ഥിക്കണം. വളരെ പ്രയാസമാണ്. സുവിശേഷം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരു പക്ഷേ സുവിശേഷത്തിന് ഏറ്റവും നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഈ നാളുകൾ തന്നെയാണ്. സുവിശേഷം വിശ്വസിച്ച് അനേകം മനുഷ്യർ രക്ഷിക്കപ്പെടുന്ന കാലമാണിത്. സത്യസുവിശേഷം. ഈ കച്ചവടക്കാർ എല്ലാം കടപൂട്ടി കേട്ടോ. ഈ തല്ലുവടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സുവിശേഷത്തിൻ്റെ കച്ചവടം നടത്തിയിരുന്ന ആൾക്കാർ കടപൂട്ടി വീട്ടിൽ പോയി. എന്നാൽ സത്യസുവിശേഷം വിശ്വസിച്ചിരുന്ന ആളുകളും സത്യസുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾക്കും അതൊരു വലിയ അവസരമായി. അവർ കഷ്ടത സഹിച്ചും പ്രതികൂലങ്ങളെ നേരിട്ടും സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഒരുപാട് മനുഷ്യർ വിശ്വാസികളായിട്ട് തീരുന്നുണ്ട്. ഒരുപക്ഷെ സുവിശേഷത്തിന് ഏറ്റവും നല്ല കാലം ഈ നാളുകളാണ് എന്ന് പറയുവാൻ കഴിയും വിധം അനേകം മനുഷ്യർ രക്ഷയിലേക്ക് വരുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് സുവിശേഷം പറയണം കേട്ടോ, സുവിശേഷം പറയണം. കാരണം ദൈവം നമ്മളെ രക്ഷ എല്ലാ മനുഷ്യനും സ്വീകരിക്കുവാൻ കഴിയുന്ന രീതിയിൽ സുവിശേഷത്തിന് വെളിച്ചമാക്കി ദൈവം നമ്മളെ വെച്ചിരിക്കുകയാണ്. കർത്താവ് നിത്യജീവനായി നിയമിച്ച ആളുകളെല്ലാവരും സുവിശേഷം വിശ്വസിക്കും. അതുകൊണ്ട് നിങ്ങൾ സുവിശേഷം പറയണം, ഞാൻ സുവിശേഷം പറയണമെന്നുള്ളതാണ് ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തോന്നുന്നു. സുവിശേഷം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് എന്ത് കിട്ടും? സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അവർക്ക് കിട്ടും. സുവിശേഷം വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹമാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സുവിശേഷം പറയണം. കാരണം സുവിശേഷമല്ലാതെ മനുഷ്യർക്ക് സന്തോഷം വരുത്തുവാൻ, ജീവിതത്തിൽ അർത്ഥം കൊടുക്കുവാൻ, നിത്യ ഉറപ്പാക്കുവാനുള്ള വേറെ ഒരു വഴിയുമില്ല. അവർ നമ്മളെ തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അന്ധകാരത്തിലായിരിക്കുന്നത് കൊണ്ട്, സുവിശേഷത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവർ സുവിശേഷത്തെ ഭയപ്പെടുന്നവരാണ്. എന്നാൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ഈ സുവിശേഷമല്ലാതെ മറ്റൊന്നുമില്ല. ഞാൻ പണ്ട് കാലങ്ങളിൽ പരസ്യബോധനമൊക്കെ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ പരസ്യബോധന പ്രസംഗമൊക്കെ കുറവാണ്. എങ്കിലും ഞാൻ അന്ന് ആൾക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ പരിഹസിക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ചിരി കാണുമ്പോൾ നമുക്കറിയാം കേട്ടോ. അവൻ അതിലേ പോകുന്ന ഉടനെ എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ, പിന്നെ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പം എൻ്റെ അരിത്തൂടെ വരാനായിട്ട് പുള്ളിക്കൊരു നാണം. എങ്ങനെയാണ് ഈ പ്രസംഗിയുമായിട്ട് പരിചയമുണ്ടെന്ന് പറയുന്നത്? എങ്ങനെയാണ്? ഞങ്ങളൊരു ബന്ധു, ഞാനും ഭാര്യയും കൂടെ ഓടത്ത് സുവിശേഷം ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ ആ റോഡിൻ്റെ മറ്റേ സൈഡിൽ കൂടി ഇങ്ങനെ വേഗത്തിൽ ബൈക്കേ പോകുന്നുണ്ട്. നാണം വരും അല്ലേ? അയ്യോ, സുവിശേഷം പറഞ്ഞ ആൾക്കാരെ കാണുന്നത് തന്നെ ഒരു നാണമല്ലയോ? അയ്യോ, ഇതൊരു ഭയങ്കരമല്ലേ? ഏതായാലും ഞാൻ അവരോട് പറയുന്നൊരു പ്രസ്താവനയുണ്ട്, നിങ്ങൾ എത്ര നാണിച്ചാലും, നിങ്ങൾ എത്ര പരിഹസിച്ചാലും, ഞാൻ പറയുന്ന ഈ സുവിശേഷം വിശ്വസിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. അതാണ് എൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞോളൂ, എത്ര പരിഹസിച്ചോളൂ, തല്ലിക്കോളൂ,
പക്ഷെങ്കിൽ ഞാൻ പറയുന്ന ഈ സുവിശേഷം വിശ്വസിക്കാതെ സ്വർഗത്തിൽ പോകുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നത് പച്ചയായിട്ട് നമുക്ക് പറയാൻ പറ്റും. They need to bend their knee. അവർ മുട്ടുകളെ മടക്കി കർത്താവിന്റെ സന്നിധിയിൽ വിനയപ്പെട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച സുവിശേഷം വിശ്വസിക്കുമ്പോൾ മാത്രമേ അവർക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ സുവിശേഷത്തിൻ്റെ ധൈര്യം. അതാ ഇവർക്ക് വർത്തമാനമൊക്കെ പറയാൻ പറ്റും, അത് ശരിയാ. പക്ഷേ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? They need to believe my gospel. അപ്പസ്തലനായ പൗലോസും പത്രോസും യോഹന്നാനും ഒക്കെ പറഞ്ഞ നാം വിശ്വസിക്കുന്ന, നാം പറയുന്ന സുവിശേഷം വിശ്വസിക്കാതെ മനുഷ്യർക്ക് ആർക്കും രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയില്ല. എന്നിട്ട് ഈ രണ്ടാമത്തെ ആ വശം കൂടെ പറയാം. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. സുവിശേഷത്തോടുള്ള വിരോധവും സുവിശേഷത്തിനെതിരെയുള്ള ബുദ്ധിമുട്ടും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും അയ്യോ ഇപ്പോഴെന്തോ ഒരു പ്രയാസമാണ്, ഇല്ലയോ? ഇപ്പോഴെത്ര പേര് നമ്മൾ ജയിലിൽ പോകുന്നുണ്ട്? കുറവാ. അപ്പം തന്നെ പൗലോസും ബർന്നബാസൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ടെന്നേ. ഈ ആദ്യകാലത്ത് തന്നെ സുവിശേഷത്തിന് വേണ്ടിയുള്ള പീഡയും അതിൻ്റെ പേരിലുള്ള കഷ്ടതയും അത് സഹിക്കാനുള്ള തീരുമാനവും മനസ്സും ഒക്കെ ദൈവമക്കൾക്കുണ്ടായിരുന്നു. സുവിശേഷം ഒരു കാലത്തും സുഗമമായ രീതിയിൽ, പൊതുവെ പറയുമ്പോൾ സുഗമമായ രീതിയിലായിരുന്നില്ല. സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ മനസ്സ് വെച്ച മനുഷ്യർ ലോകത്തിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് സുവിശേഷം ലോകത്തിൽ പ്രചരിക്കുവാനായിട്ടിടയായി തീർന്നത്. ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് വരുന്നതിന് മുന്നമേ തന്നെ സുവിശേഷം പറയാനായിട്ട് നമ്മൾ മനസ്സ് വയ്ക്കണം. അതിനായിട്ടുള്ളൊരു തീരുമാനം നമ്മൾ എല്ലാ അവസരങ്ങളിലും എടുക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് അവരെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എൻ്റെ പൊന്നെ, ഒരു കത്തോലിക്ക വീട്ടിൽ ഞങ്ങൾ സുവിശേഷം പറയാനായിട്ട് ചെന്നപ്പം അവിടുത്തെ ചേട്ടത്തി ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സുവിശേഷവുമായിട്ട് ആരെങ്കിലും വന്നാൽ വീട്ടിൽ കയറ്റരുത് എന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ ആരെയാ കയറ്റേണ്ടത്? സുവിശേഷം പറയുന്നവരെ കയറ്റാൻ പാടില്ല, ദുർവിശേഷം പറയുന്നവരെ കുറിച്ച് എന്തെങ്കിലും സദ്വർത്തമാനം പറയുന്നവരെ കയറ്റാൻ പാടില്ല, ദുർവർത്തമാനം പറയുന്നവരെ സംബന്ധിച്ച് അച്ഛൻ പോലും പറഞ്ഞു. എന്നെ പോലെ ജസ്റ്റ് ഇമാജിൻ ദ കോൺട്രഡിക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആ പ്രസ്താവനയുടെ വൈരുദ്ധ്യം നിങ്ങളിടുണ്ടോ? നല്ല വർത്തമാനവും നിങ്ങൾക്ക് നന്മ വരുന്ന കാര്യവും സ്വർഗത്തിൽ എങ്ങനെ പോകാൻ പറ്റുമെന്ന് പറയുന്ന കാര്യവും ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യരുത്? കേൾക്കരുത്. അത് നല്ല കാര്യമാണെന്നല്ലോ. എൻ്റെ പൊന്നു സഹോദര, ഡിലൻ സഹോദരൻ തന്നെ ചിരി വരുന്നില്ലയോ? അങ്ങനെ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ കൊള്ളാവുന്ന ഒരു സദ്വർത്തമാനവും സുവിശേഷവും നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ കേൾക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകാനായിട്ട് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആളുകൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഉപദ്രവം വരുന്ന ജീവിതത്തെ മുടിക്കാനുള്ള വല്ല കാര്യവും മനുഷ്യർ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെവി രണ്ടും തുറന്ന് അതങ്ങ് കേട്ടോണം. അയ്യോ എന്തോ മനുഷ്യരായി ഇവര്, ഇവന്മാരെ എന്തുവാ വിളിക്കണ്ടേ? ആളിനോട് പറയണം സുവിശേഷം എന്നും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കതിനകത്ത് ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. സുവിശേഷം പറയാൻ ആരെങ്കിലും വന്നാൽ വീട്ടിൽ കയറരുതെന്ന്. ഹിന്ദുക്കൾ എന്താ പറയുന്നേ? ആരെങ്കിലും സ്വർഗത്തിൽ പോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവരെ അടിച്ചോണമെന്ന്. നല്ല കാര്യം. മുസ്ലിങ്ങൾ എന്താ പറയുന്നേ? അത് തന്നെ അവർ പറയുന്നേ. യേശുക്രിസ്തു ദൈവമാണ്, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ പറഞ്ഞവനെ ഉടനെ തന്നെ അടിച്ചോണം. അയ്യോ അത് ഭയങ്കരമായ ബുദ്ധിമോശമാണെന്നല്ലോ. നമ്മുടെ ജീവിതത്തിന് നന്മ വരുവാൻ, ജീവിതത്തിൽ വിജയം വരാനുള്ള ഏക കാര്യമായിരിക്കുന്ന സുവിശേഷം പറയുമ്പോൾ അത് കേൾക്കുകയല്ലേ വേണ്ടത്. ഒരു പ്രസ്താവനയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും കേട്ടോ. അവരുടെ കാലിലെ പൊടി അവർ തട്ടിക്കളഞ്ഞു. എന്നിട്ട് അവർ ഇക്കോന്യയിലേക്ക് പോയി. അതൊരു സങ്കടമാകട്ടോ, അതൊരു ഭയങ്കര സങ്കടമാണ്. സുവിശേഷത്തെ എതിർക്കുന്നവരോട് ഞാൻ പറയാം, ഒരുപക്ഷേ സുവിശേഷം കേൾക്കുവാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വന്നേക്കും. സുവിശേഷത്തോട് എതിർക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം, ദൈവം നിങ്ങളുടെ കാലവും നിങ്ങൾക്ക് തന്ന അവസരങ്ങളും അവസാനിപ്പിച്ച് കളഞ്ഞിരിക്കും ഒരുപക്ഷേ. അതുകൊണ്ട് സുവിശേഷത്തോട് എതിർക്കുന്നവർ സൂക്ഷിച്ചോണം. പൗലോസ് പറഞ്ഞ്, ഇനി നിങ്ങളോട് കാലെ പിടിച്ച് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഒന്ന് കേൾക്കാമോ, ഞങ്ങളെ അടിക്കുന്നോ നിർത്താമോ എന്നൊന്നും ചോദിക്കുന്നില്ല. കാലയിൽ കുറച്ച് പൊടി പറ്റിയായിരുന്നു, അതിങ്ങനെ ഇങ്ങനെ കുടഞ്ഞ് തട്ടിക്കളഞ്ഞേച്ച്
അവർ ഇക്കോന്യക്ക് പോയി. സുവിശേഷത്തോട് നിൽക്കുന്നവരോട്, സുവിശേഷത്തെ അവഗണിക്കുന്നവരോട്, ഇനി വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം, കർത്താവിനെ അവഗണിക്കുകയും സ്വന്തം വഴികൾക്ക് ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യരോട് പറയാം, ഒരു പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നതും നമ്മളോട് വാദിക്കുന്നതും ഒരു പക്ഷേ അവസാനിപ്പിച്ചു എന്ന് വന്നേക്കാം. അതുകൊണ്ട് ദൈവകൃപയെയും സുവിശേഷത്തെയും ലാഘവമായി വിചാരിക്കരുത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളങ്ങ് പോകുന്നത് നമ്മുടെ വക്കീൽ സാർ തന്നെ പറഞ്ഞു അല്ലേ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളങ്ങ് പോകും, അങ്ങനെ അവിടെ പോവില്ല. ഇതിനെല്ലാം ദൈവം ഒരു അന്തം നിശ്ചയിച്ചിട്ടുണ്ട്. അവസരങ്ങൾ എല്ലാം ഇപ്പോൾ ലഭിക്കുകയില്ല. ലഭിക്കുന്ന അവസരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ എബ്രായ ലേഖനകാരൻ പറയുന്നത് പോലെ, ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ മെസ്സായിലും മരീബയിലും വെച്ച് അവർ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് കർത്താവിന് ഹൃദയത്തിനു വേണ്ടി നമ്മൾ സമർപ്പിക്കുവാൻ അതിനുള്ള അവസരമാണ് ദൈവം നമുക്ക് തരുന്നത്. അവസരങ്ങൾ നീങ്ങിപ്പോകും. ഇന്നാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. കാലങ്ങൾ കഴിഞ്ഞു പോകും, അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവം തന്ന ഈ അവസരങ്ങൾ ഉപയോഗിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. സുവിശേഷം പറയണം. കാരണം ചിലർ സുവിശേഷം വിശ്വസിക്കും. സുവിശേഷം വിശ്വസിക്കാത്ത മനുഷ്യർ അവർ തന്നെയാണ് അവർ ശവക്കുഴി തോണ്ടുന്നത്. ദൈവം നമ്മളെ ലോകത്തിൻ്റെ അറ്റത്തോളം രക്ഷയുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ സുവിശേഷം പറയണം. കാരണം ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾ സുവിശേഷം വിശ്വസിക്കും. സുവിശേഷം വിശ്വസിക്കാത്തവരും ദൈവകൃപയെ ഗണ്യമാക്കാത്തവർ ശ്രദ്ധിച്ചുകൊള്ളണം. അവസരങ്ങൾ പിന്നെയും ലഭിച്ചു എന്ന് വരികയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാം ഇപ്പോഴും നമ്മളോട് വാദിച്ചു കൊണ്ടിരിക്കും എന്ന് വിചാരിക്കരുത്. ഈ അവസരത്തിൽ വിനയപ്പെടുവാൻ, ദൈവസന്നിധിയിൽ താഴുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ, മനസ്സ് വയ്ക്കുവാൻ, സമർപ്പിക്കുവാൻ ആവശ്യമായിരിക്കുന്നു. സർവശക്തനായ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വലിയവനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സുവിശേഷത്തിൻ്റെ വെളിച്ചമോട് നയിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായല്ലോ, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ച ഈ സുവിശേഷത്തിൻ്റെ വെളിച്ചം ഞങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തുവോളം അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കാരണം സുവിശേഷമാണ് മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, അവസരങ്ങൾ ഇനിയും വരും എന്ന് വെച്ച് കാത്തിരിക്കാതെ ഇന്ന് എന്ന് പറയുന്ന ഈ ദിവസത്തിൽ ഹൃദയത്തെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി ദൈവ ഇഷ്ടത്തിന് നിവർത്തിക്കായി കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമമഹത്വത്തിനായി ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.